കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷ് കാറുമായി പോകുന്ന സമയത്ത് സുധീഷിൻ്റെ ഫോണിലോട്ട് ഗായത്രി വിളിക്കുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി സുധീഷ് ആ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് സുധീഷ് ഗായത്രിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ വിളിച്ചതെന്ന്. ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട്, എന്തേ ഇന്നലെ രാത്രി പാർട്ടിക്കിടയിൽ പറയാതെ പോയത്? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കി. അവരെന്തെല്ലാം പറഞ്ഞു എന്ന് അറിയുമോ? നീ ഇന്നലെ നിൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഗായത്രി ചോദിക്കും, അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? സുധീഷ് പറയും, ഞാൻ എങ്ങനെ നിന്റെ ബോയ് ഫ്രണ്ട് ആവുന്നത്? ആ സമയത്ത് ഗായത്രി പറയും, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ നിങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? കേൾക്കുന്ന സുധീഷ് ഇനി എന്ത് പറയുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സുധീഷ് ഫോണിൽ ഹലോ ഗായത്രി എന്ന് വിളിക്കുകയാണ്. ചെറിയ പെൺകുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന പ്രായം. ഞാനൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നോട് സംസാരിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഗായത്രി ചോദിക്കും, ഫ്രണ്ട്ലി ആയിട്ടാണോ? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. സുധീഷ് പറയും, നീ ചെറിയ പെൺകുട്ടിയാണ്, ഞാനൊരു കാർ ഡ്രൈവർ, നീ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. കരഞ്ഞുകൊണ്ട് ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എന്നോട് എത്ര സ്നേഹമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്, ഇപ്പോൾ എന്നെ വേണ്ട എന്ന് പറയുന്നു. സുധീഷ് പറയും, നീ ചിരിച്ചത് കൊണ്ട് മാത്രമാണ് നിന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഗായത്രി പറയും, ഞാൻ നികേഷിനോട് പറഞ്ഞതായിരുന്നു നിന്റെ ചേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന്. അങ്ങനെയാണ് ഞാൻ നികേഷിന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചെടുത്തത്. നിങ്ങളും എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചതല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഞാൻ നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ദേഷ്യത്തോടു കൂടി സുധീഷ് ഫോൺ കട്ട് ചെയ്യാണ്. ഹലോ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഗായത്രി ഇരുന്ന് കരയുകയാണ്. ഗായത്രി പിന്നെയും സുധീഷിന് ഫോൺ ചെയ്യും. പിന്നെ ഒടുവിൽ സുധീഷ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. പിന്നീട് ഓഫീസിൽ നിന്നും വരുന്ന നിധി ഭാസ്കരൻ പനിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഭാസ്കരന് വേണ്ട ചായയും ബണ്ണുമെല്ലാം കൊടുക്കുകയാണ്. നികേഷ് പറയും, അവർക്ക് വേണ്ടത് അവരെടുത്ത് കഴിച്ചോളും, ഏട്ടത്തി ഇങ്ങ് അകത്തോട്ടേക്ക് പോന്നേക്ക് എന്ന് പറയണേ. ആ സമയത്ത് നിധി പറയും, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, എൻ്റെ ബാഗിൽ എൻ്റെ ഫോൺ ഉണ്ടാകും, അതൊന്ന് എടുത്ത്. നികേഷ് ഫോൺ എടുത്ത് നിധിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധി സുധീഷിന് ഫോൺ ചെയ്യണേ. ആ സമയത്ത് സുധീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നിധി നികേഷിനോട് പറയും, സുധീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണല്ലോ പറയുന്നത്, എന്താ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും സുധീഷ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ നികേഷ് പറയും, ഞാനൊന്ന് എൻ്റെ ഫോണിൽ നിന്നും അടിച്ചു നോക്കാം എന്ന് പറയണേ. അങ്ങനെ നികേഷും അടിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നികേഷ് പറയും, ഞാനും അടിക്കുന്ന സമയത്ത് സുധീഷ് ഏട്ടൻ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് നിധി പറയും, ഈ സുധീഷ് എവിടെ പോയി കിടക്കുകയാണ്, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് എന്ന് പറയണം. ആ സമയത്ത് നികേഷ് ചോദിക്കും, എന്തിനാണ് ഏട്ടത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയും, അച്ഛനക്ക് നല്ല പനിയുണ്ടല്ലോ, അതിന് മരുന്ന് വാങ്ങിക്കാനായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ പറയും, മോളെ എനിക്കിപ്പോൾ മരുന്നൊന്നും വേണ്ട, ഞാനിപ്പോൾ മരുന്നൊക്കെ കഴിച്ചതാണ്. അങ്ങോട്ടേക്ക് ദേഷ്യത്തോടു കൂടി സുധീഷ് കയറി വരും. ആ സമയത്ത് നിധി സുധീഷിനോട് ചോദിക്കും, ഞാൻ ഫോണിലോട്ട് അടിച്ചിരുന്നല്ലോ, എന്തേ ഫോൺ എടുക്കാതെ ഇരുന്നതെന്ന് ചോദിക്കുകയാണ്. സുധീഷ് ദേഷ്യത്തോടു കൂടി ചോദിക്കും, എനിക്കെന്തിനാ ഫോൺ ചെയ്യുന്നത്? ആ സമയത്ത് നിധി പറയും, അച്ഛനക്ക് നല്ല പനിയുണ്ട്, അപ്പോൾ പനിക്ക് വേണ്ട മെഡിസിൻ വാങ്ങാനായിരുന്നു എന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് പറയും, എനിക്ക് വേറെ ഒന്നും പണിയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് അകത്തോട്ടേക്ക് കയറി പോകും. നികേഷും സുധീഷിൻ്റെ കൂടെ അകത്തോട്ടേക്ക് ചെന്നിട്ട് നികേഷ് ചോദിക്കും, എന്താ ഞാനും ഫോൺ ചെയ്തിരുന്നല്ലോ, ആ സമയത്തും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണല്ലോ പറഞ്ഞതെന്ന്. ആ സമയത്ത് സുധീഷ് പറയും, ഫോണിൽ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയതാണ്. സുധീഷിൻ്റെ ഫോൺ അവിടെ വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ആ സമയത്ത് നികേഷ് ചെന്ന് സുധീഷിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരിക്കും, അതിൽ ചാർജും ഉണ്ടാകും. അപ്പോൾ നികേഷ് ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഫോണിൽ ചാർജൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതുകയാണ്. നിധി പുറത്തോട്ടേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് നികേഷ് ചോദിക്കും, ഏട്ടത്തി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. ആ സമയത്ത് നിധി പറയും, ഞാൻ അച്ഛന് വേണ്ട മെഡിസിന് പുറത്ത് പോയി വാങ്ങിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് സുധീഷ് വരുന്നുണ്ട്. സുധീഷ് നിധിയോട് പറയും, നീ എവിടെ പോകുന്നു എന്ന്. ആ സമയത്ത് നിധി പറയും, അച്ഛനക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്, അപ്പോൾ മെഡിസിൻ വാങ്ങാൻ പോകുകയാണ്, എന്നോട് പറഞ്ഞപ്പോൾ തനിക്കതിന് വയ്യല്ലോ എന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് പറയും, അവർക്ക് പനിച്ചാൽ നിനക്കെന്താ, അവർക്കല്ലേ പനിക്കുന്നത്, അല്ലാതെ നിനക്കല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, ആർക്കാണ് പനിക്കുന്നുവെങ്കിലും മെഡിസിൻ വാങ്ങിച്ച് കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ഭാസ്കരൻ പറയും, എനിക്ക് പനിച്ചാലെന്താ, ഞാൻ പനിച്ച് ചത്തുപോകുന്നതാണ് അവർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ
നിധി ഭാസ്കരനോട് പറയും. അച്ഛൻ മിണ്ടാതെ അവിടെ കിടക്ക്, ഞാൻ പെട്ടെന്ന് മരുന്ന് വാങ്ങിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി നികേഷിനോട് പറയും. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ടേക്ക് പോകുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, നീ പോവണ്ട, ഞാൻ വാങ്ങിച്ച് കൊണ്ടുവരാമെന്ന്. ആ സമയത്ത് നിധി പറയും, നിങ്ങൾക്കല്ലേ വയ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ സുധീഷ് പറയും, അപ്പോൾ എനിക്ക് ഒരു വയ്യായിരുന്നു, ഇപ്പം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ സുധീഷ് പോകുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.